ചങ്ങായിട്ടും സാധനം വാങ്ങിക്കണ്ട കേട്ടോ, കത്തി റേറ്റാണെന്ന്. നമ്മളോട് ഫ്രണ്ട്ലിയായി സംസാരിക്കുന്നതിൽ പലർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. ഈ സത്യം നമുക്ക് നേരത്തെ അറിയാവുന്നതാണെങ്കിലും ഈ അടുത്തിടെ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഞാനൊരു ക്ലയൻറ്റിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടെ നമ്മുടെ ഒരു പരിചിതനാണോ കസ്റ്റമറാണോ എനിക്ക് ഓർമ്മ വരുന്നില്ല, ഫ്രണ്ട്ലിയായി സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞാൻ അവിടെ നിന്ന് വന്നു. അവിടെ ഉണ്ടായിരുന്ന ആ കസ്റ്റമറോട്, ആ ക്ലയൻറ്റിനോട് പറഞ്ഞത് ഇവൻ്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങിക്കണ്ട, കത്തി റേറ്റാണെന്നാണ്. അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ അറിഞ്ഞപ്പോൾ തുടക്കത്തിൽ കേട്ടപ്പോൾ ഒരു ഞെട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞാൻ ആ സത്യം ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ ശരിയാണ്, റേറ്റ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും കൂടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്ലയൻസ് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. എന്നാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അത് അവർക്ക് ക്വാളിറ്റി പ്രോഡക്റ്റും സർവീസും കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫയറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻലൈൻ കാർബൺ ഫിൽറ്റർ. അപ്പോൾ ഈ സാധനത്തിന് ഒരു 65 ഡിഗ്രി ടെമ്പറേച്ചർ വരേക്കും ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്ന വെള്ളത്തിൽ 65 ഡിഗ്രി ടെമ്പറേച്ചറുള്ള വെള്ളമാണെങ്കിലും ഇതിൽ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് യാതൊരു റിയാക്ഷനും ഉണ്ടാവാൻ പാടില്ല. നേരെ മറിച്ച് ഇതിൽ ക്വാളിറ്റി കുറഞ്ഞ സാധനമാണെങ്കിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ടെമ്പറേച്ചറുള്ള വെള്ളം തന്നെ ഇതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ കെമിക്കൽ, ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ വെള്ളവും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അതിലേക്ക് ഡയോക്സിൻ എന്ന് വേണ്ടൊരു വിഷാംശം ഇറങ്ങും. അത് ശരീരത്തിലേക്ക് പോകുന്നത്, അത് കുടിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതൊന്നാമത്തെ കാര്യം. പിന്നെ അടുത്ത കാര്യം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന കാർബൺ, ആക്ടിവേറ്റഡ് കാർബൺ. സാധാരണയായിട്ട് നമുക്ക് ആക്ടിവേറ്റഡ് കാർബൺ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത് ചിരട്ടയിൽ നിന്നാണ്. ഇന്നത്തെ ചിരട്ടയുടെ മാർക്കറ്റ് 1 കിലോയ്ക്ക് 35 മുതൽ 40 രൂപയാണ്. അപ്പോൾ അത്രയും കാശ് മുടക്കിയിട്ട് അതിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ആക്ടിവേറ്റഡ് കാർബൺ സ്വാഭാവികമായിട്ടും അതിൻ്റെ റേറ്റും കൂടുതലായിരിക്കും. ഇനി അൽഫാമിന് ഉപയോഗിക്കുന്ന ചാർക്കോളൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്രഷറിലിട്ടൊന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫില്ല് ചെയ്ത് കാർബൺ ആണെന്ന് വിൽക്കാൻ പറ്റും. മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ചെയ്യുന്ന കമ്പനികളും ഉണ്ട്, എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2 എക്സ്പെരിമെൻറ്റ് ഞാനിവിടെ കാണിച്ചു തരാം. ഒന്നാമതായിട്ട് ഒറ്റയടിക്ക് പൊട്ടുന്ന ഒരു ഫിൽറ്റർ, ഒരു ഇൻലൈൻ ഫിൽറ്റർ ഒറ്റയടിക്ക് തന്നെ ചിന്നി പൊട്ടിപ്പോകുന്ന ടൈപ്പ് സാധനം. അപ്പോൾ ഈ സാധനം വെള്ളമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിനകത്തുള്ള പ്രശ്നങ്ങളുണ്ടാവും. രണ്ടാമത്തെ സാധനം, ഇപ്പോൾ 3-4 തവണ ചുറ്റുകണ്ട അടിച്ചിട്ടും പൊട്ടാതെ അവസാനം നമ്മൾ ഒരു ഹോളോ ബ്രിക്കിൻ്റെ കട്ട ഇട്ടിട്ടാണ് ഈ സാധനം ചെറുതായിട്ടൊന്ന് ചിന്നിയത്. അത് ഈ മോഡൽ സാധനമാണ്. അപ്പോൾ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി അതിനകത്തിരിക്കുന്ന കാർബണിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഈ കാർബൺ ആദ്യം കുറഞ്ഞ ക്വാളിറ്റിയുള്ള കാർബണാണ് ഇട്ടത്. ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു റിയാക്ഷനും നമുക്കിവിടെ കാണുന്നില്ല. രണ്ടാമത്തെ ടൈപ്പ് ഈ വെള്ളത്തിലേക്ക് ഇടുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാം. ചെറിയൊരു ബബിൾസൊക്കെ വന്ന് ആ ഒരു ക്വാളിറ്റിയിലാണ് സാധനം വരുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഇത്തിരി കൂടിയാലും നല്ലത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. അല്ല വില കുറഞ്ഞത് ചീപ്പ് ക്വാളിറ്റി മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ. അതിൻ്റെ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റുള്ള സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങളത് വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് തണ്ണിയും കുടിച്ച് മൗത്താവും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.